വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മുരിങ്ങയില കൊണ്ടിട്ട് ഒരു മുരിങ്ങയില കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. മുരിങ്ങയില നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. അത് കാരണം നമ്മൾ ഇങ്ങനെ കറിയായിട്ടോ തോരനായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇനിയും കറിക്ക് ആവശ്യമായിട്ടുള്ളത്, ഫസ്റ്റ് നമ്മൾ അരപ്പിന് ആവശ്യമായിട്ടുള്ളത് ജീരകം, 1 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ തിരുമിയത്, പച്ചമുളക്, ചെറിയുള്ളി. ഇത് നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ളത്. ഇനിയും മുരിങ്ങയില ഒന്ന് കഴുകി വൃത്തിയാക്കിയ ഒരു 2 പിടി മുരിങ്ങയില, ചെറിയുള്ളി, വറ്റൽമുളക്. ഇനി നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഈ 1 കപ്പ് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ജീരകവും ആവശ്യത്തിന് വെള്ളമൂടെ ചേർത്ത് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നത്, ഇത് വെള്ളക്കറിയാണ്, അത് കാരണം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ മുരിങ്ങയില നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ എ, ബി, സി, മഗ്നീഷ്യം, പൊട്ടാഷ്യം, അതിൻ്റെ സപ്ലിമെൻ്റായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു ഇതാണ് ഈ മുരിങ്ങയില. അപ്പം നമ്മളിത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നല്ലതാണെന്ന് വെച്ച് നമ്മൾ ഈ ബി പി ഒക്കെ കുറഞ്ഞ് മരുന്നൊക്കെ കഴിക്കുന്നവർ ഇത് ഒരുപാടൊന്നും കഴിക്കില്ല. ബി പി ഒക്കെ കുറയാൻ ചിലർക്കൊക്കെ ചാൻസ് കാണും. അത് കാരണം നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 5-6 ചെറിയുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയുള്ളി ഇട്ട് പിന്നെ അതിന് ശേഷം 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ഒരു കടിക്കാൻ കിട്ടുന്ന പരുവോ അങ്ങനെയൊന്നും, കാരണം ഇതൊരു ഒത്തിരി മസാലയൊന്നും ചേരാത്ത കറിയാണ്. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് അത്യാവശ്യം നല്ലപോലെ മൂപ്പിക്കുക. പിന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഒരു 2 പിടി മുരിങ്ങയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇപ്പം ചട്ടി ചൂടായതുകൊണ്ട് ഇത് നല്ലതുപോലെ വാടി വരും. ഇല്ലെങ്കിൽ നമ്മുടെ കറിയിൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ചൂടായ ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റുമ്പോഴത്തേക്കിന് അതൊന്ന് വാടി വരും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനിയും സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ കൂട്ടുകയൊന്നും ചെയ്യില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ ഇത് ഓഫ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. കറി നമ്മൾ തിളപ്പിച്ചെടുക്കരുത്. ഈ ഞാൻ ഷെയർ ചെയ്യുന്ന മുരിങ്ങയിലക്കറിയുടെ റെസിപ്പി നമുക്കൊരു 10-15 മിനിറ്റിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്